ഗാന്ധിയും ഭാഗമാണ്. പിന്നെ തല്ലുള്ള ഗാന്ധി അടിച്ച തിരിച്ചു അവിടെ എന്താ വെച്ചാൽ BJP തന്നെ കോൺഗ്രസ് തന്നെ അവർ മുന്നിൽ കിട്ടി അവരടിക്കും. അടിക്കാന്ന് ഭീകരത. RSS മുസ്ലിംസും തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മുസ്ലിം തൊട്ടതുകൊണ്ട് അയിത്തം വന്നു. പാകിസ്ഥാൻ ജയിച്ചാൽ ലഡു വിതരണം ചെയ്ത ഒരു മുസ്ലിം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഉത്തരേന്ത്യയിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. തീവ്രവാദത്തിന് അനുകൂലമായ ക്ലാസ്സുകളൊക്കെ എടുത്തു റിപ്പോർട്ടൊക്കെ ഉണ്ട്. കൊച്ചി രാജാവിന്റെ ഇല്ലുമിനാറ്റി ജൂതന്മാരും ക്രിസ്ത്യാനികളും. അദാനിയൊക്കെ ഇന്ത്യയിലാണ് തൊലഞ്ഞു പോലെ, കേരളത്തിലാണ് തൊലഞ്ഞു പോയത് അദാനിയും അംബാനിയും ഒക്കെ. അപ്പൊ അവരെ 3-4 സ്ഥലത്ത് സെന്റ് തോമസിന്റെ ശവകുടീരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദ്രവീഡിയൻ വാദം എന്താണ് ഇതിന്റെ ബേസിക്കലി? ഇതൊരു മിഷണറി ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനമാണ്. അതിപ്പോഴും കിടന്ന് കെട്ടുകയാണ്. ആന്റി ഇന്ത്യൻ, ഇന്ദിരാഗാന്ധിയുടെ ആദ്യത്തെ ആന്റി ഹിന്ദി. ഒരു ഭാഷ പഠിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ? എൻ്റെ കൂട്ടത്തിലുള്ള ജൈനിലുണ്ടായിരുന്ന ഈ തമിഴന്മാർ പലപ്പോഴും എന്നോട് കേരളത്തിൽ എന്തോ നിങ്ങൾക്ക് ഹിന്ദി അറിയാലോ, നമുക്ക് അത്യാവശ്യം ഹിന്ദി അറിയാലോ, അമ്മാപ്പക്ക് മെങ്കിലടിത്തുവാനടി എന്നൊക്കെ അറിയാം. അമ്മമാർക്ക് അറിയില്ല, അമ്മമാർ പെട്ടുപോകും അവിടെ ബസ് കയറിയാല്. ഒരു ഭാഷ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ അത് ഇപ്പം വന്നതെന്ന് വെച്ചാൽ ആന്റി മോഡിയാണ്, മനസ്സിലായോ? അപ്പൊ അതിനൊരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അവർ നന്നായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മോഡീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യം? ഞാൻ മോഡീൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ്. ഞാൻ മോഡിയെ ഇഷ്ടപ്പെടും, മോഡിയും പിണറായി ഇഷ്ടപ്പെടാൻ ഒരേ കാരണങ്ങളാണ്. ഇവിടെ സ്റ്റെയിനായി ഷാജി കൈലാസ് സിനിമയിൽ കാണുന്ന പോലെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട പോലെ രാഷ്ട്രീയക്കാർ വന്ന് സ്റ്റെയിനായി ഒരു മാറ്റവും നമ്മൾ കാണുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി IT രംഗത്ത് മാറ്റം കൊണ്ടുവന്നെങ്കിലും പിന്നെ നമ്മൾ മാറ്റവും കാണുന്നില്ല. എന്ത് ക്രൈം ചെയ്താൽ ആളുകൾ രക്ഷപ്പെടുന്നു. പിന്നെ ഒരു ശക്തിയുള്ളവരാണ്, അവൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ കാര്യം. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇവിടെ വന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മൾ പ്രൊആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ എനിക്കൊക്കെ അന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെയാണ് സുരേഷ് ഗോപി. നമ്മൾ അന്ന് സുരേഷ് ഗോപിയുടെ സിനിമകളാണ് നമ്മുടെ. അപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയിൽ സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ സിവിൽ സർവീസ് എന്നാൽ IPS ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. ഭരത്ചന്ദ്രനാണ് എൻ്റെ സർവീസ്. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോഴേക്ക് വടിയായി പോയി എൻ്റെ സ്വഭാവം വെച്ചിട്ട്. നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ലല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ മോഡി ഒരു മാറ്റം കൊണ്ടുവരുന്നു. പിന്നെ 2 ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയത്ത് ആ കലാപത്തിലുണ്ടായ ഒരു ആന്റി മുസ്ലിം സാധനം ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, അവിടുത്തെ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കമ്മ്യൂണൽ ടെൻഷൻസിനിടയിലാണ് കലാപം സംഭവിച്ചത്. പക്ഷെ അന്ന് അട്രോസിറ്റീസ് അതേ സമുദായത്തിനെതിരെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും. ഞാനെപ്പോഴും ആ കാര്യത്തിൽ വിജയ് ഫാനാണ്. ആണുങ്ങളെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രശ്നമുണ്ട്, പക്ഷെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ കലാപമൊക്കെ നമുക്ക് മനസ്സിലായി, നിങ്ങൾ ആണുങ്ങളെ തേടിപ്പിടിച്ച് വന്നു. നിങ്ങൾ എന്തിനാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കുട്ടികളെടുത്ത് നിശംസ കാണിക്കുന്നത്? അതുകൊണ്ട് അതിനെനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് നമ്മൾ അത്തരം ഒരു സംഭവം കാണുന്നില്ല. അപ്പോൾ ഡൽഹി കലാപമാണ് കണ്ടിട്ടുള്ളത്. അതിന് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. മാത്രമല്ല എല്ലാവരും റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാരായ പാകിസ്ഥാനി മുസ്ലിംസ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഏതാണ്ട് 26% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 2 പാകിസ്ഥാനും കൂടി. ഇപ്പം മറ്റേ പാകിസ്ഥാനുള്ളത് ഏതാണ്ട് 1% ഹിന്ദുക്കളാണ്. ഒന്നീ മതം മാറ്റി എല്ലാം അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് നമുക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പഴയ നിയമനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെന്നിട്ട് ഈ പറഞ്ഞ രാജസ്ഥാനിലൊക്കെ വന്നു വല്ല ക്ഷേത്രത്തിൽ അന്ത്യം ഇറങ്ങി അങ്ങനെ ജീവിച്ചായിരുന്നു. അപ്പോൾ അവരുടെ കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് പോയിട്ട് അതിശക്തമായി തിരിച്ചടിക്കും. ഇപ്പം പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നില്ലല്ലോ. പല രീതിയിൽ ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാനെ ദുർബലമാക്കി, അവരെ എക്സ്പോസ് ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മളങ്ങോട്ട് തിരിച്ചടിച്ചാൽ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ദുരന്തനെ പോലുള്ള ആളുകൾ അന്നേ ഉണ്ടാക്കിവിടും. ഡോവലാണെങ്കിൽ പിന്നിൽ അത് സ്വാതന്ത്ര്യം കൊടുത്തു. ഇപ്പം പേടിയാണല്ലോ. അതുപോലെ ഇവിടെ ഈ ഇവാഞ്ചലിസ്റ്റുകളെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ ദാരിദ്ര്യം മുതലും ചൂഷണം നമ്മളെ മുസ്ലിംസിൻ്റെ അടുത്ത് വരില്ല. അങ്ങനെ വിവരം പണി കിട്ടുമെന്ന് പറയും. ഈ പാവം ഹിന്ദുക്കളുടെ ദാരിദ്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊക്കെ തന്ന പോലെ വിദ്യാഭ്യാസം ആ രീതിയിലല്ല. ഈ ഉദ്ദേശം കൂടുതൽ വെച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഇടപെട്ടത്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മിഷണറീസ് പോയത്, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിന് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നത്? ഇൻ്റർനാഷണൽ എന്ന ഫണ്ടാണ് അതിന് തടം കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒരു മതം ഇഷ്ടപ്പെട്ടിട്ട് അതിൽ പോകുന്നത് തെറ്റൊന്നല്ല. ഒരു മതം വായിച്ച് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് അത് തെറ്റൊന്നല്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഒരാൾ മതമാനം തെറ്റ് തന്നെയാണ്. കർത്താവിനെ ഇറക്കാത്ത പരിപാടിയാണ്, പടച്ചവനെ ഇറക്കാത്ത പരിപാടിയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, പണം മനുഷ്യന് ഈ ഒരു സമയത്ത് ജീവിക്കാൻ എപ്പോഴും പണം അവശ്യ വസ്തുവാണ്. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പണം. അപ്പം പൊതുവായിട്ടൊരു സമൂഹത്തിൽ താഴേക്കിടയിലുള്ള നമ്മളങ്ങനെ പറയേണ്ടി വരുവാണ്. ആ ജനങ്ങളുടെ തന്നെ കംഫർട്ട് സോൺ എന്താണെന്നുള്ളത് മേലിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഇതുപോലുള്ള കൺവേർട്ട് ചെയ്യപ്പെടുകയും ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. പല കാര്യങ്ങളുണ്ട്. ഇന്ത്യ ഒരു ഹ്യൂജ് പോപ്പുലേഷനാണ്. അത്തരം റവന്യൂ നമുക്ക് ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ സമ്പത്ത് മൊത്തം ഏതാണ്ട് $300 ട്രില്യൺ ശശി തരൂരിന്റെ കണക്കനുസരിച്ച് 200 വർഷം കൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത്. അവന്മാർക്ക് അവിടെ ചുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. നമ്മളെന്തുകൊണ്ട് ബ്രിട്ടനിലേക്ക് പോയിട്ടില്ല? നമ്മുടെ ടെക്നോളജി ഇല്ലായിട്ടൊന്നല്ല.
ഹിന്ദുക്കൾക്ക് കടലടക്കാൻ പാടില്ല. എന്താ കടലിൽ നടത്താൻ പ്രശ്നം? അവിടെ പോയിട്ട് വല്ല അവനെ ഒരു അടി ഉണ്ടാക്കി അവനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ കംഫർട്ട് ഫോൺസ് ജീവിക്കുക എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ഒരു ഐഡിയോളജി. പ്രോബ്ലം എന്താണ്? പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ അവന് ദാരിദ്ര്യം കഷ്ടപ്പാട് ഒന്നുമില്ല. ഇവിടെ എബൻഡൻസ് ആണ്. എബൻഡൻസിനെ പാവങ്ങൾക്ക് ഉദ്ദേശിക്കേണ്ട. എല്ലാ നാട്ടിലും എബൻഡൻസ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവിടെ പൈസക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനിവിടെ വന്ന് നമ്മളെ കീഴടക്കി ഇവിടുത്തെ സ്വത്ത് മൊത്തം എടുത്തുകൊണ്ടുപോയി. ഈ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തെ മൊത്തം ട്രേഡിൻ്റെ ഏതാണ്ട് 30% ഇന്ത്യയുടെ ആണ്. ആ 30%-ൽ ഏതാണ്ട് 15% കേരളത്തിൽ നിന്നാണ്. സ്പൈസാണ് ബേസിക് ട്രേഡ്. അപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടുപോകുമ്പോൾ നമുക്ക് ലോക ട്രേഡിൻ്റെ 0.2% ആണ്. അന്ന് ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ഏതാണ്ട് 20% കൂടുതൽ നമ്മുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ഏതാണ്ട് 2% നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഹ്യൂജ് ബ്രിട്ടനൊന്നും ഈ പ്രശ്നമില്ല. ഒന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയ സ്വത്തുണ്ട്, രണ്ടാമത് പോപ്പുലേഷൻ കുറവാണ്, ചെറിയ ടെറിട്ടറികൾ. ഇത് വാസ്റ്റ് ടെറിട്ടറിയാണ്. ലോകത്തുള്ള എല്ലാ ക്ലൈമറ്റിക് സോൺസും ഇവിടെ ഉണ്ട്. വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. അത്ര റിസോഴ്സസ് നമുക്കില്ല, ഉള്ളത് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ക്രിസ്ത്യൻ മിഷണറീസ് പ്രവർത്തനം തുടങ്ങിയത്. അവർ അമേരിക്കൻ ബേസ്ഡ്, നിങ്ങൾ പറയുന്ന സിറിയൻ ക്രിസ്ത്യാനിയൊന്നല്ല അവർ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റുകളാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ ലോകത്തിൽ സാംസ്കാരികവും മതപരമായി എത്തിക്കാൻ വേണ്ടിയിട്ട് റോമ എങ്ങനെയാണ് കത്തോലിക്ക സഭേനെ വളർത്തിയത്, അതേപോലെ തന്നെ അമേരിക്ക വളർത്തുന്നതാണ് ഇവരെ, അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ അവരെ അന്ന് തടയുകയും ഇതുപോലുള്ള ഫണ്ടിന് പ്രശ്നങ്ങൾ കൊണ്ടുവന്ന കോൺഗ്രസിന് അന്ന് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നെഹ്റു ആണെങ്കിൽ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന് വെച്ചാൽ മോഡിനെക്കാളും വലിയ ഹിന്ദുവാണ്. അവർ നിങ്ങൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടായിട്ടാണ്. അത് കല്യാണം കഴിച്ച പാർസീന എന്നൊക്കെ അല്ലാതെ ഷീസ് ഹാർഡ് വർക്ക് ഹിന്ദു. ശരിക്കും യുദ്ധമൊക്കെയാണ്. അതുകൊണ്ടല്ല മോഡിക്കും സുരേഷ് ഗോപിക്കൊക്കെ അവരെ വലിയ കാര്യമാണ്. മോഡി അത് ഓപ്പണായി പറയുന്നില്ല എന്ന്. സുരേഷ് ഗോപിയുടെയൊക്കെ പറയാറുണ്ടല്ലോ ഇന്ദിരാജി എന്ന് പറയുന്നു. അപ്പം അവരൊക്കെ അത് മനസ്സിലാക്കി. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രീതി ഇടപെട്ട് അമേരിക്ക ഇവിടെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഭാഗത്ത് അന്ന് സോവിയറ്റ് റഷ്യയായിട്ട് അടിയായതുകൊണ്ട് അവർ ഒരു പരിധി കൂടുതൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവിടെ കമ്മ്യൂണിസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വേണ്ടിയിരുന്നു. അതേസമയം അവർ മറ്റേ ഈ പണി അവിടെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പണി നമ്മൾ അന്ന് തടയാൻ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവിടെ നിസ്സഹായാവസ്ഥയാണ് സത്യത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ ആ സിസ്റ്റം അങ്ങനെ തന്നെ അങ്ങ് പോകുമായിരുന്നു. അവിടെയാണ് ഇപ്പം വാജ്പേയി അത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. RSS അതിൻ്റെ ഇടയ്ക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇവരതേ കാര്യം തിരിച്ചു ചെയ്തു. പക്ഷേ RSS ലിമിറ്റേഷൻ ഉണ്ട്. അവർ ഗ്ലോബൽ ഫണ്ടില്ല. ലോകത്തെ രാജ്യങ്ങൾ ഹിന്ദുണ്ട്. ഹിന്ദു പ്രധാനമായിട്ടുള്ള വ്യവരായ നേപ്പാളാണ്. അവർ നമ്മളെക്കാളും കഷ്ടത്തിലാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പം അല്ല, ഈ ഇന്ത്യയിൽ പൊതുവെ ഈ ഒരു സമയത്ത് താമരയുടെ എന്താ പറയുന്ന സൗരഭ്യം പരക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വരാൻ ലേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് BJP മണ്ടത്തരമാണ്. BJP മണ്ടത്തരം. ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് ഇവിടെ വിലപ്പോവില്ല. ഉത്തരേന്ത്യയിലെ ഇവിടുത്തെ ചരിത്രം രണ്ടാണ്. അതായത് ഉത്തരേന്ത്യയിൽ ഈ മുസ്ലിംസ് വന്നത് എങ്ങനെയാണ്? പൃഥ്വിരാജ് ചൗഹാനെ ഒക്കെ മൃഗീയമായി കൊന്നിട്ടും ഔറംഗസേബ് ശിവാജിയെ പീഡിപ്പിച്ചൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു വാളിൻ്റെ മതം എന്ന രീതിയിലാണ് ഹിന്ദു രാജാക്കന്മാരെ കീഴടക്കി അവിടെ പിന്നെ രാജ്യം പിടിച്ചടക്കുകയാണ്. പക്ഷേ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ വന്നതിന് ശേഷം ഇവർ രാജാക്കന്മാരെ മോളിൽ നിന്ന് ലോക നാടുവാഴികളൊക്കെ ഹിന്ദുക്കളൊക്കെ തന്നെ ആയിരുന്നു. മനസ്സിലായില്ലേ? ഹിന്ദുക്കളെ തന്നെ നിലനിർത്തിയത്. അപ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഈ മാറ്റമൊന്നും സ്വാധീനിച്ചിട്ടില്ല. ഹിന്ദു എലീറ്റിൻ്റെ ജീവിതത്തിലാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. അവരുടെ മുകളിൽ മറ്റൊരു അതോറിറ്റി വന്നു. അത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അങ്ങനെ തന്നെ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ രാജകുടുംബങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. തിരുവിതാംകൂറിൽ മധ്യകാലഘട്ടത്തിൽ വെച്ച് വേണാട് രാജാവ്, ബ്രിട്ടീഷുകാർ കാലത്ത് വെച്ച് വേണാട് രാജാവ്, ഇപ്പോഴും ഇപ്പം പൊളിറ്റിക്കൽ പവർ ഇല്ലെങ്കിൽ പോലും രാജാവ് ഇവിടുത്തെ രാജാവാണ്. അപ്പം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു റെസിഡൻറ്റ് തല്ലിൻ്റെ മുകളിൽ വന്നു. അതുപോലെ ഒരു നവാബ് തല്ലിൻ്റെ മുകളിൽ വന്നു എന്നല്ലാതെ മറ്റ് സാധാരണക്കാർ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഓർമ്മകളുണ്ട്. എപ്പോഴും ഒരു സമൂഹത്തിൽ ബുദ്ധിജീവികളും എലീറ്റ് ആയിട്ടുള്ള ആളുകളാണ് സമൂഹത്തിൻ്റെ അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഓർമ്മകൾക്ക് വലിയ പങ്കാണ്. ഞങ്ങളെ മുത്തച്ഛനെ കൊന്നു കളഞ്ഞു, ഞങ്ങളുടെ രാജ്യം പിടിച്ചെടുത്തു. ഇതൊരു പ്രശ്നമായി തന്നെ നിന്നിരുന്നു അവിടെ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലിവിടെ ഇപ്പം ഞങ്ങളുടെ പ്രവാചകൻ മരിച്ചിട്ട് 400 വർഷം കഴിഞ്ഞിട്ടാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ എത്തിയത്. കേരളത്തിൽ പ്രവാചകന്റെ സമയത്ത് തന്നെ മുസ്ലിങ്ങൾ എത്തിയെന്നാണ് നമ്മളെ വിശ്വാസം. ചരിത്രപരമായ തെളിവില്ല, വിശ്വാസം. മനസ്സിലായോ? അപ്പം എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ അവിടെയുള്ള പിന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ മുമ്പ് അറേബ്യക്കാർക്ക് ഇവിടെ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ മതം ഉണ്ടായ സമയത്ത് അവിടെ പ്രീച്ച് ചെയ്തു. പിന്നെ അന്ന് രാജാവിന് എന്തോ ഒരു സ്വപ്നദർശനം കിട്ടി. അന്നത്തെ ചേരമാൻ പെരുമാൾ മതം മാറി മക്കയിലേക്ക് പോയി എന്നാണ്. പക്ഷെ ഞാനതിൽ ചരിത്രപരമായ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സെൻറ്റ് തോമസിൻ്റെ കഥ പോലെയാണ്. സെൻറ്റ് തോമസ് ഇവിടെ വന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ബ്രാഹ്മിൺസ് ഇല്ല. പിന്നെ അല്ലെ ബ്രാഹ്മിൺസിൻ്റെ മതം മാറ്റി. ഇവിടെ ബ്രാഹ്മിൺസ് ഇല്ല. ബ്രാഹ്മിൺസ് 8-ാം നൂറ്റാണ്ടിലല്ലേ വന്നിട്ടുള്ളൂ. അതുപോലെ സെൻറ്റ് തോമസ് ഇങ്ങോട്ടല്ല പേർഷ്യയിലേക്കാണ് പോയത്.
അപ്പം സെൻറ് തോമസിൻ്റെ ഇവിടെ വന്ന കഥ പോർച്ചുഗീസുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക സഭ ആളുകൾ അയച്ച സമയത്ത് സ്പെയിനോട് പറഞ്ഞു നിങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം സെൻറ്റ് ജോണിൻ്റെ ആളുകളായിരിക്കും. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ സെൻറ് തോമസിൻ്റെ ആളുകളൊക്കെ നിങ്ങളെ ആളുകളാണ്. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ സെൻറ് തോമസിനെ കണ്ടെത്തുന്നുള്ള പോർച്ചുഗീസുകാരുടെ ജോലിയായി വന്നു. അപ്പോൾ അവർ 3-4 സ്ഥലത്ത് സെൻറ് തോമസിൻ്റെ ശവകുടീരം കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുണ്ടാക്കി കൊണ്ടുവന്ന കഥയാണ് ഏത് സെൻറ് തോമസിൻ്റെ ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിന് ചരിത്രമായ തെളിവില്ല. നമുക്ക് ക്രിസ്ത്യാനികളെ പറ്റി ആദ്യമായിട്ടൊരു ചരിത്രമായ തെളിവ് കിട്ടുന്നത് സ്ഥാണു രവിയുടെ 9-ാം നൂറ്റാണ്ടിലാണ് തോന്നുന്നു. ഒരു തെരുശാപ്പള്ളി കോപ്പർ പ്ലേറ്റിലാണ്. അതിൽ തന്നെയാണ് മുസ്ലിം പേരുള്ള ഒരാളെ കാണുന്നത്. പിന്നെ മധ്യകാലഘട്ടത്തിൽ ഇവിടെ വന്ന 10-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന റസാഖിനെയൊക്കെ പോലെയുള്ള ഇബ്ൻ ബത്തൂത്തനെ പോലുള്ള ആളുകളൊക്കെ മലബാർ കോസ്റ്റിൽ തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് 10-ാം നൂറ്റാണ്ടിലെങ്കിലും മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവർ എങ്ങനെ അവിടെ എത്തി? അന്ന് രാജാക്കന്മാർ ഹിന്ദുക്കളാണ്. അപ്പം പക്ഷേ അവരുടെ അണ്ടറിൽ 2ാം സ്ഥാനക്കാരായിട്ട് ആരുണ്ടായിരുന്നു? മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, പാർസികളായിരുന്നു. 2ാം സ്ഥാനം. മനസ്സിലായില്ലേ? ഈ 2ാം സ്ഥാനം വെച്ചാൽ 1ാം സ്ഥാനം തന്നെയാണ്. ഇപ്പോൾ ഈ ഹിന്ദു മതത്തിൽ എന്താണ്? ബ്രാഹ്മണസാണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ക്ഷത്രിയർ, 3ാം സ്ഥാനത്ത് വൈശ്യന്മാർ. ഇവിടെ വൈശ്യന്മാരുണ്ടായിരുന്നില്ല. ആ ജോലിയാണ് ആര് ചെയ്തുകൊണ്ടിരുന്നത്? ഹിന്ദുക്കൾക്ക് കടലിടക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ പ്രൊഡ്യൂസ് മൊത്തം നമ്മൾ കടലിൽ കിടന്നാൽ കൊണ്ടുണ്ട്. ഹിന്ദുക്കൾ കടലിൽ കിടക്കാൻ പറ്റും, വൈശ്യന്മാർക്ക് പറ്റും. അവർക്ക് ഈ കരയെ വഴിയുള്ള കച്ചവടം നടക്കുള്ളൂ. അദാനിയൊക്കെ ഇന്ത്യയിലാണ് തൊലഞ്ഞു, അല്ല കേരളത്തിലാണ് തൊലഞ്ഞു പോകുന്നത്, അദാനിയും അംബാനിയും ഒക്കെ. കാരണം ഇവർ കടലിടക്കാൻ പറ്റില്ല അന്നത്തെ കാലഘട്ടമാണെങ്കിൽ. അപ്പോൾ ഇവിടെയുള്ള തീയന്മാരും ഈഴവരും ഇവരാണ് ഇൻലാൻഡ് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കൊങ്കിണീസും ഇവർ ഈ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് മുസ്ലിംസിനെ, ജൂതന്മാരെ കേൾപ്പിച്ചു, ക്രിസ്ത്യാനികളെ കേൾപ്പിച്ചു. ഇവർ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ കൊണ്ട് അവർ ട്രേഡ് നടത്തും. അങ്ങനെയാണ്. അപ്പം വൈശ്യന്മാരുടെ സ്റ്റാറ്റസ് ആണ് ഇവിടെ ഉള്ള മുസ്ലിം ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും പാർസികൾക്കും ഉണ്ടായിരുന്നു. അതിന് മലബാർ മേഖലയിൽ മുസ്ലിംസ് ആയിരുന്നു സ്ട്രോങ്. സാമൂതിരിയുടെ പ്രധാനമന്ത്രി മുസ്ലിം ആയിരുന്നു. സാമൂതിരിയുടെ പ്രധാനപ്പെട്ട ബാക്കിങ്ങും സാമൂതിരിയുടെ ഇല്ലുമിനാറ്റി അറബികളായിരുന്നു. അതാ മാമാങ്ക സിനിമ ഉണ്ടാകാൻ മനസ്സിലാവും. അതുപോലെ തന്നെ കൊച്ചി രാജാവിൻ്റെ ഇല്ലുമിനാറ്റി ജൂതന്മാരും ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ടാണ് ഈ ജൂത കോപ്പർ പ്ലേറ്റ്, ക്രിസ്ത്യൻ കോപ്പർ പ്ലേറ്റ് ഉണ്ട്. പാർസികൾ അതിൻ്റെ ഇടയ്ക്ക് അവർ അത്ര സ്വാധീനം ഉണ്ടായിരുന്നില്ല, കച്ചവടം നടത്തിപ്പോകും. അപ്പോൾ ഈ സ്റ്റാറ്റസ് ആയിരുന്നു ഈ മതങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ തുല്യരാന്നൊക്കെ മറ്റേ ഈ പറയുന്ന ആധുനിക ജനാധിപത്യ സങ്കല്പങ്ങളൊക്കെ വെച്ച് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മളിവിടെ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിൽ 2ാം സ്ഥാനക്കാരായി വളരെ ഹാപ്പിയായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഇപ്പം കാലിക്കറ്റിലെ മുസ്ലിങ്ങളെ അടുത്തുമ്പോൾ നമ്മൾ സാമൂതിരിയുടെ പ്രധാനമന്ത്രി, സാമൂതിരിയുടെ ദിവാനായിരുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അല്ലെങ്കിൽ സാമൂതിരിയുടെ പോർട്ടിൻ്റെ അധിപന്മാരായിരുന്നു അസ്ഥാനം കൊടുത്തിരുന്നത്. സാമൂതിരിയുടെ നേവൽ പടയുടെ ചീഫായിരുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അല്ല, നമ്മൾ സാമൂതിരിയാണെന്ന് ഞങ്ങളാരും പറയാറുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഈ ഒരു ചരിത്രം മനസ്സിലാക്കാതെ ഉത്തരേന്ത്യയിൽ നടന്ന കലാപങ്ങളെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന മുസ്ലിംസിനെ കൊണ്ട് പാകിസ്ഥാനെ ഓടിക്കും എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുസ്ലിംസിനെ ഓടിക്കാതെ നാളെ ക്രിസ്ത്യാനികളെ ഓടിക്കുമല്ലോ. ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ചോദിക്കണേ. ഇവിടെ പലപ്പോഴും പാകിസ്ഥാനെ ജയ് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ? അനുഭവത്തിലുണ്ടോ? അതൊക്കെ സത്യമാണോ? കാരണം സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനൊരു ടോക്കുണ്ട്. കാരണം ഇവിടെയുള്ള മുസ്ലിംസ് കൂടുതലും 80% പാകിസ്ഥാൻ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് കൊടിപിടിക്കുന്നവരാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിലും ദേശഭക്തി ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു ടോക്കുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതിൻ്റെ കാര്യം രണ്ടാണ്. ഇത്തരമുള്ള സാധനങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഫീല് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അതിപ്പോൾ ഹിന്ദുസിൻ്റെ ഇടയിൽ ഉണ്ടാവുമല്ലോ. ഹിന്ദുസ് മുമ്പ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇടയിൽ ഉണ്ടായ സമയം തൊട്ടേ ഉണ്ട്. ഇത് ഈ മതം ഉണ്ടായ സമയത്ത് തൊട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, ജൂതന്മാരുടെ ഇടയിൽ, പാർസിയുടെ, ബ്രാഹ്മണസിൻ്റെ ഇടയിലുണ്ടല്ലോ, നായന്മാരുടെ ഇടയിൽ, ഈ യവന്മാരുടെ ഇടയിൽ. ഹിന്ദുവിൻ്റെ ഇടയിൽ ഇല്ലാന്നേ ഉള്ളൂ. ഹിന്ദുവിൻ്റെ ഇടയിൽ ഇല്ലാന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ആളുകളുടെ ഇടയിൽ ഒരു പൊതുവേ ഒരു നമ്മുടെ ആളുകൾ എന്നുള്ള ഫീൽ ഉണ്ട്. അത് മുസ്ലിംസിൻ്റെ ടെക്സ്ച്വലി സ്ക്രിപ്റ്റിൽ തന്നെ അതുണ്ട്. മനസ്സിലായി? ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ സ്ക്രിപ്റ്റിൽ അതുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഭിമുഖ്യമുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഇൻ പ്രാക്ടീസ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിംസ് അവർക്ക് അവരുടെ എന്താണ് അലീജിയൻസ് മൊത്തം അവിടെയുള്ള സിസ്റ്റമായിട്ടാണ്. മാത്രമല്ല അവർ ജനറ്റിക്കലി എന്താണ് ബേസിക്കലി ഹിന്ദുക്കൾ തന്നെയാണ്. പിന്നെ നമ്മളെ പോലെ കുറച്ച് വെളുപ്പുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചിലപ്പം പല അറബി കല്യാണം നടന്നിട്ടുണ്ടാവും. അങ്ങനെ നല്ല കോഴിക്കോട്ടൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഫാമിലീസ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മരുമക്കത്തായി അവർ ഫോളോ ചെയ്യുന്നത്. അതല്ല, അങ്ങനെയാണ് പകുതി ജനറ്റിക്കൽ മെറ്റീരിയൽ ഇതാണ് സംഭവം. ഇനി ഹിന്ദുസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഹിന്ദുസിൻ്റെ ഇടയിൽ എങ്ങനെ വെളുപ്പുണ്ടായിരുന്നു? ഈ വെളുപ്പ് വരുന്ന ഒരേ സ്ഥലത്തു നിന്നാണ്. കൊക്കേഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഏഷ്യൻ ജീനാണ് നമ്മുടെ
ഈ വെളുപ്പുണ്ടാക്കുന്ന ഒരു സാധനം. ഇതിന് ആൻസിസ്റ്റർ നോർത്ത് ഇന്ത്യൻ എന്ന് ജെനറ്റിക്സ് പറയും. നമ്മൾ ആൻസിസ്റ്റർ സൗത്ത് ഇന്ത്യൻ ആണ്. ഹൈറ്റ് കുറഞ്ഞ ചുരുളം മുടിയുള്ള കറുത്ത ആളുകളാണ് ബേസിക്കലി നമ്മൾ. അത് അമ്മയിൽ നിന്ന് പെൺകുട്ടികളിലേക്ക് കൈമാറി ചെയ്യുന്ന ഒരു ജീനുണ്ട്, ഒരു ക്രോമസോം ഉണ്ട്. അതിൽ നിന്ന് അത് പെൺകുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ ക്രോമസോം പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ്, നമ്മളെ അമ്മമാരുടെ ട്രഡീഷൻ, അച്ഛൻ്റെ ട്രഡീഷനെ മാറിയിട്ടുള്ളൂ. ബേസിക്കലി ഹൈറ്റ് കുറഞ്ഞ കറുത്ത ചുള്ളം മുടിക്കാരാണ്. പക്ഷെ ഞാനോ നിങ്ങളോ ചുള്ളം മുടിക്കാരല്ല, നമ്മൾ കംപ്ലീറ്റ് കറുത്തിട്ടല്ല, നമുക്ക് അത്യാവശ്യം ഹൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന ഹൈറ്റ് കൂടിയ വെളുത്ത ഈ വേവി ഹെയർ ഉള്ള കൊക്കേഷ്യൻ ജീൻ നമ്മളൊക്കെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ ഇടയിൽ അറബി കല്യാണം വഴിയായിരിക്കും. പക്ഷെ അതിന് മുമ്പുള്ള മുസ്ലിംസ് ആരാണ്? ഹിന്ദുക്കളാണ്. രാജകുടുംബം ഹിന്ദുക്കളാണ്. ഈ രാജകുടുംബങ്ങൾക്ക് ആരുമായിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്? ബ്രാഹ്മൺസുമായിട്ടാണ് ബന്ധം ഉണ്ടായിരുന്നത്. ബ്രാഹ്മൺസ് എവിടെ നിന്നാണ് വന്നത്? ബേസിക്കലി ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ ബ്രാഹ്മൺസ് എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ ഋഗ്വേദൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറ്റിക്കൽ സ്റ്റഡി എടുത്ത് നോക്കി വെസ്റ്റ് സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഈ മുസ്ലിംസിന് എവിടുന്നാണ് വരുന്നത്? അറേബ്യ, സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പിൻ്റെ അടുത്താണ്. നമ്മൾ അങ്ങനെ നോക്കിയാലും ഈ ജനറ്റിക്കൽ മെറ്റീരിയൽ ഒന്നാണ്. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഈ പറയുന്ന മതത്തിന്റെ പുറത്ത് സഖ്യം ഉണ്ടാക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവം ഉണ്ട്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ സമയം ബേസിക് അലീജിയൻസ് ആരോടാണ്? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിച്ചാൽ ലഡു വിതരണം ചെയ്ത ഒരു മുസ്ലിമിനും കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. കാരണം ഉത്തരേന്ത്യയിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഭജനത്തോടു കൂടി അവർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. നല്ല ഇപ്പം അങ്ങോട്ട് പോയി. അപ്പൊ അവരുടെ കുടുംബക്കാരൊക്കെ ഉള്ള പാകിസ്ഥാനിലാണ്. ഇവരും പലരും പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ടെന്നാൽ ഗതികേടുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നതാണ്. കേരളത്തിൽ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. ജിന്നേനെ എടുത്ത് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കെട്ടെന്ന് ജിന്നാവും, അത് വേണ്ട, നിങ്ങൾ അവിടെ നിന്ന് മതി. അപ്പോൾ മനസ്സിലായി 8 പണി കിട്ടിയത്. അതൊക്കെ എൻ്റെ വല്യാപ്പൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി നിലനിന്നിട്ടുള്ളത്. അവസാനം ഇവർ നമ്മളെ ലൈനിൽ വന്നു. നമ്മൾ ഈ കോൺഫിഡൻസ് കാരണം അതാണ്. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എപ്പോഴും ഞങ്ങൾ അവരെക്കാട്ട് എപ്പോഴും 50 വർഷം മുന്നേ സഞ്ചരിച്ചിരുന്നു. ഇന്ന് ഞാൻ പറയുന്ന മോഡീനെ ഉൾപ്പെടെ അടുത്ത കാലത്ത് അവർ അംഗീകരിക്കും. അടുത്ത് തന്നെ നമ്മുടെ AP ഉസ്താദ് പോയി മോഡീനെ കണ്ടില്ലേ? മോഡീനെ പറ്റി മുസ്ലിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. ഉസ്താദ് പറഞ്ഞപ്പോൾ എന്തായി? പക്ഷേ ചോദ്യോത്തരമാണ്. ഉത്തരേന്ത്യയിൽ അങ്ങനെ ഒരു കമ്മ്യൂണലിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ വിഭജനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ സംഭവം ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ അത്തരം കേസുകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ തീരെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പം പാകിസ്ഥാൻ മുക്ക് അത് മുമ്പ് വരെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ടൈം പാകിസ്ഥാൻ വാദം വളരെ ശക്തമാണ്. കേരളത്തിൽ അതിന് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാകിസ്ഥാൻ മുക്കുന്ന ഒരു സ്ഥലത്തിന് അവിടെ കുറച്ച് പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അവര് പേര് കൊടുത്തായി. പക്ഷെ ഇപ്പൊ അവര് നാണക്കേടാം. ഇപ്പൊ ഒരു പയ്യനെ ഞാൻ കണ്ടു, ഞാൻ പാകിസ്ഥാൻ മുക്കുന്ന വരുന്നത്. അപ്പൊ അവനോട് ഞാൻ നീ എവിടെ വരുന്നത്? ഞാൻ പാകിസ്ഥാൻ മുക്ക് മാത്രം പറയുന്നു. മുസ്ലിമോ? മനസ്സിലായില്ലേ? അത് മാറി, മാറ്റം വരുന്നുണ്ട്. പിന്നെ ഞാൻ കേരളത്തിൽ ഇല്ലാന്ന് പറയുമ്പോൾ 100% ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ജനറലി ഇല്ല. ഇപ്പൊ എന്റെ വീടിന് തന്നെ ഞങ്ങളൊക്കെ ലിബറൽ മുസ്ലിംസ് ആണ്, സൂഫി പാരമ്പര്യം. എന്നാൽ ഹാർഡ് കോർ മുസ്ലിംസ് ഉണ്ട്. അവരൊന്നും പാകിസ്ഥാൻ വേണ്ടി ജയ് വിളിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഈ ഒരു സമയത്തും ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്നും വരുന്ന ഒരാളെന്ന രീതിക്ക് ഞാൻ ചോദിക്കട്ടെ, മദ്രസകളിലുമൊക്കെ പിന്നെ രാജ്യവിരുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും ഈ ലോകം ഭരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആഹ്വാനങ്ങൾ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ കുത്തിവെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെളിയിലുള്ള ഞങ്ങൾക്കറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നത്. പക്ഷെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആദ്യ കാലഘട്ടത്തിലെ മദ്രസകൾ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. പലപ്പോഴും അധ്യാപകർ ഒരു വിവരം ഉണ്ടാവില്ല. നല്ല വിവരമുള്ള അധ്യാപകരുണ്ട്. അവരൊന്നും ഇപ്പോൾ സായ മദ്രസ പഠിപ്പിക്കാൻ പറ്റില്ല. താഴെത്തന്നെ മദ്രസ പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ കൂടെ 4ാം ക്ലാസ് പഠിച്ച് തോറ്റെടുത്തേ ഞാൻ ഒരു 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അവൻ മുലിയാറായിട്ട് അടുത്ത സ്കൂൾ വന്നിട്ടുണ്ട്, മദ്രസയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4ാം ക്ലാസ് തോറ്റപ്പോൾ അവനേത് ദിവസം പോയിട്ട് അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഖുർആൻ കാണാപ്പാടം പഠിപ്പിക്കണം. ഖുർആൻ കാണാപ്പാടം പഠിപ്പിക്കുക അറബിയിലാണ് പഠിപ്പിക്കുക. അതിൻ്റെ അർത്ഥം പോലും ആർക്കും അറിയില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ റേഡിയോ വന്ന സമയത്ത് ഈ സൗദി റേഡിയോ കിട്ടുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഈ സൗദി റേഡിയോ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് ഖുർആനിലെ ആയത്തുകൾ ചൊല്ലിയാണ്. സത്യത്തിൽ അവിടുത്തെ ന്യൂസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഒരു ബന്ധു ഗൾഫിൽ നിന്ന് നീ ആയത്തല്ലേ കേട്ടു, എടാ അതല്ലടാ അവിടുത്തെ ന്യൂസാണ്. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ആ രീതിയിലാണ്. അപ്പം ഖുർആനിലൊക്കെ നമ്മുടെ മതമാണ് ഏറ്റവും ശരിയായ മതം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത്തരം ഒരു ചിന്താഗതി വളരുന്നുണ്ട്. പക്ഷേ ഞാൻ പോയ മദ്രസയിലൊന്നും ഞാൻ മദ്രസ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് കുട്ടിക്കാലത്തോട്ടെ. നമ്മൾ വെറുതെ ഒന്നും കേട്ടോണ്ടിരിക്കില്ല. നമ്മൾ ചോദിക്കും എന്തായാലും അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഈ മുസ്ലിംകൾക്ക് അത് അറിയാൻ പറ്റാത്തതുകൊണ്ട് അയാൾ എന്നെ തല്ലി. ചോദിക്കുമ്പോൾ വാപ്പാനോട് വന്നു, വാപ്പ പഠിച്ച വലിയ തല്ലി. പിന്നെ ഞാൻ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾക്ക് അറിയില്ല. ഇപ്പം പക്ഷേ മാറിയിട്ടുണ്ട്. ഇപ്പം എഡ്യൂക്കേറ്റഡ് ആളുകൾ തന്നെയാണ് മദ്രസയെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ മതമാണ് ഏറ്റവും നല്ല മതം, ആ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് പോലും
രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി അങ്ങനെയുള്ളത് തീർച്ചയായും ഇല്ല. ഞാൻ ഒരുപാട് സബ്സെക്റ്റുകൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് പീസ് സ്കൂൾ എന്ന സംഭവം, പീസ് സ്കൂള് പിന്നെ ഈ സലഫി ഭാഗത്തുപ്പെട്ട, ഞങ്ങളൊക്കെ സുന്നി ഭാഗത്തുപ്പെട്ട. അപ്പം അവർ ഈ പറയുന്നതിൻ്റെ മാതിരി തീവ്രവാദത്തിന് അനുകൂലമായ ക്ലാസ്സുകളൊക്കെ എടുത്തു റിപ്പോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫ്രിഞ്ച് ഉണ്ടാവും. പക്ഷെ ജനറലി ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലുള്ള അഖില കേരള ജമിയത്തുൽ ഉലമ എന്നൊക്കെ സംഭവമാണ്. പിന്നെ സമസ്ത, പിന്നെ എന്താണ് മർക്കസ്, കാന്തപുരം API അബൂബക്കർ മുസ്ലിം, ഇവർ ഞങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിംസിൻ്റെ. ഇത്തരം മദ്രസകളൊന്നും അങ്ങനെ ദേശവിരുദ്ധമായിട്ടൊന്നുമില്ല. ഞാൻ ആ കാലഘട്ടത്തെ പോലും കണ്ടിട്ടില്ല. പിന്നെ ചില ഫ്രിഞ്ച് എല്ലാ സ്ഥലത്തും ഉണ്ടാവും, അത് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ മതമാണ് ഏറ്റവും നല്ല മതം, നമ്മളെ മതം നമ്മളെ പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകൻ. അല്ല, അത് എല്ലാ മതങ്ങളും ഏറ്റവും കൂടുതൽ ആന്റി നാഷണലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് ഞാൻ ഏറ്റവും ക്രിട്ടിക്കലായ സമയത്ത് പോലും കണ്ടിട്ടില്ല. അപ്പോ ജനങ്ങളുടെ ഇടയിൽ കേരള ആൻഡ് മലബാർ നോക്കില്ല. ജനങ്ങളുടെ ഇടയിൽ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന, എന്താ പറയുക, പൊതുവായിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് പൊളിറ്റിക്സ്. അതെ, ഈ ജനാധിപത്യത്തിന് ഒരുപാട് ഗുണമുണ്ടെങ്കിലും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട്. അത് ഹിറ്റ്ലർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജനാധിപത്യവും ഇന്ന് കാണുന്ന സെക്കുലറിസവും, അത് ജൂതന്മാർ അവർ സ്വന്തമായ രാജ്യമില്ല, അതുകൊണ്ട് ലോകത്ത് ആർക്കും രാജ്യം വേണ്ട എന്നുള്ളതുകൊണ്ടും രാജാക്കന്മാരെ വിലക്കെടുക്കാൻ എളുപ്പമല്ല, പക്ഷേ ജനപ്രതിനിധികളെ വിലക്കെടുക്കാൻ എളുപ്പമാണ്, അല്ല ജനപ്രതിനിധികൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ പറയുന്നത്. വേറെ സെക്കുലറിസം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? മറ്റെല്ലാം രാജ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്, ഈ മതങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ. അപ്പോൾ ജൂതന്മാർക്ക് ഒരു രക്ഷയില്ല, ഓടിച്ചിട്ട് തന്നെയായിരുന്നു. കാരണം ജീസസിനെ കൊലക്കൊടുത്തവരാണല്ലോ, ഹുസൈനെ ക്ഷമിക്കില്ലല്ലോ. അപ്പം അവർക്ക് എന്ത് വേണമെന്ന് മതേതരത്വം കൊണ്ടുവരാൻ ജൂതൻ്റെ ആവശ്യമായിരുന്നു എന്ന് പറയും. അപ്പം കേരളത്തിലേക്കാണ് നമുക്ക് മുമ്പേ ഇവിടെ മതേതരത്വം ഉണ്ട്, നമ്മളവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജനാധിപത്യത്തിന് സെക്കുലറിസത്തിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടെ വോട്ട് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ എന്താ വേണ്ട, അപ്പോൾ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുക. അത് ഈ പറയുന്ന പോലെ ഹിന്ദുത്വവാദികൾ മാത്രമല്ല, ഇസ്ലാമിസ്റ്റുകളും സെക്കുലർ നിങ്ങൾ രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മളത് മനസ്സിലാക്കി നമ്മൾ ബോധത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് വിവരമുണ്ടായാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും യുവമാരുടെ താളത്തിനനുസരിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും സല്യൂട്ട് ഭാരത് യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നല്ല കാര്യങ്ങൾ, ദേശീയതയെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങളെ പോലെയുള്ളവരുടെ ആ ടോക്കൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ത്വരയുണ്ടാകും എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശവും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ, ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ഫീലായിരിക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എന്നറിയാം. എന്തായാലും ഞങ്ങളുടെ ഈ ടോക്ക് തുടരും. തൽക്കാലം വിട പറയാം. നന്ദി സർ. ഇന്ത്യ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെയാണ്? മോഡി എന്ന് വെച്ചാൽ മോഡി അപ്പുറത്ത് ഭ്രാന്തനാണ്, മോഡി ഡബിൾ ഭ്രാന്തനാണ്. അങ്ങോട്ട് സാധനം വെച്ചാൽ അങ്ങനെ ചുട്ട് അടിച്ചു കളയും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ബഹുമാനം കിട്ടാൻ കാരണം നമ്മളാണ് ലോകത്തെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ്. അതിനുള്ള സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നില്ല. കാരണം ഇതുണ്ടായി മുന്നോട്ട് പോകുന്നത് നമ്മളെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. കാരണം അമേരിക്ക ആദ്യം തകർക്കേണ്ട അവരെയാണ്. ഇന്ത്യ വേറെ ബോംബ് കണ്ടുപിടിച്ചാൽ അമേരിക്ക മറ്റേ ബോംബ് അവിടെ കൊണ്ടുപോകും. അത് ഈ അമേരിക്കനെ വിശ്വസിക്കരുത്. മൂന്നാം ലോക മഹായുദ്ധം വന്നാലേ എല്ലാം മറ്റേ സാധനം, പ്രത്യേകിച്ച് മോഡിനെ പോലുള്ള ഈഗോ ഉള്ള ആളുകളാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡി ആണെങ്കിലും ട്രംപ് ആണെങ്കിലും പിന്നെ ആരാണ് നെതന്യാഹു ആണ്, എല്ലാം ഈഗോയിസ്റ്റുകളാണ്. പിന്നെ പിണറായി വിജയനെ പോലെ ആക്കി കൊടുത്താൽ മതി.